അപ്പോൾ വിഷയം ബസ്സിനകത്തു നിന്നുള്ള കരണക്കുറ്റി പോയിക്കുന്ന ഒരു അടി. അപ്പോൾ ഒരു ഒന്നര അടി. ബസ്സിനകത്ത് സ്ത്രീകൾ പുരുഷന്മാരൊക്കെ നേരിടുന്നൊരു വിഷയമുണ്ട്. ചില ആളുകൾ കയറിയിട്ട് പിടിക്കും, തോണ്ടും, കുത്തും, ചവിട്ടും, എല്ലാ പരിപാടിയും കാണിക്കും. അനുഭവിച്ച ആളുകൾക്ക് അതിൻ്റെ ഒരു സ്നേഹമുണ്ട്. സ്നേഹയ്ക്ക് പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പോകുന്ന സമയത്ത് പല രീതിയിലുള്ള ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത് സ്നേഹ ഇടയ്ക്ക് പറയാറുണ്ടായിരുന്നു. അന്ന് ഞാൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല, സത്യം പറഞ്ഞാൽ തോന്നിയിരുന്നു. പിന്നെ വിചാരിക്കും ആരും ഉണ്ടാവില്ലേ സപ്പോർട്ട് ചെയ്യാനുള്ള തോന്നലുണ്ടാവും. അല്ല, അത് സത്യമാണ്, ആരും ഉണ്ടാവില്ല എന്നുള്ളത് ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി. ആരും ഉണ്ടാവില്ല എന്ന തോന്നൽ നമുക്ക് പെട്ടെന്നുണ്ടാവും. എനിക്കുണ്ടായിട്ടുണ്ട്. മാത്രല്ല പറയുമ്പോൾ വളരെ അധിക പ്രസംഗി അങ്ങനെയും പറയും. അതെ, അങ്ങനെ എന്തെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നെ പെണ്ണിന്റെ പ്രശ്നം ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള രീതിയിലാവും. അതും രാത്രി എന്താ പറയാ പിന്നെ പക്ഷെ മാലട്ട് സ്വീകരിക്കാൻ അസോസിയേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്താണെങ്കിലും നമുക്ക് ആ വീഡിയോ കാണാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബസ്സിൽ വെച്ചുണ്ടായ ഒരു അനുഭവമാണ്. ഒരു പ്രായമായ ഒരാൾ എൻ്റെ അനിയത്തിയോട് മോശമായി പെരുമാറി. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. അയാൾ അനിയത്തിയുടെ പ്രൈവറ്റ് ഭാഗത്ത് തൊടാൻ വരുന്നൊരു ഭാഗം. ഇത് ഒരു കുട്ടിക്ക് മാത്രമല്ല, നമുക്ക് പല കുട്ടികൾക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പലരും അത് ബാക്കിലോട്ട് മാറി നിന്ന് പോത്തേ ഉള്ളൂ. കാരണം പേടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ളവന്മാർക്ക് ഇങ്ങനെ ഒരു മറുപടി തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അത് അവന്മാർക്ക് പിന്നെയും ആ ഒരു മനുഷ്യർക്ക് പിന്നെയും അതിലോട്ട് അവർക്ക് കുഞ്ഞുങ്ങളെ എന്ത് കാണിക്കണം, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സ്വഭാവം പിന്നെയും അവർ വളർത്തിക്കൊണ്ട് വരും. അതുകൊണ്ട് പബ്ലിക്കിൽ തന്നെ അവർ ചെയ്ത പ്രവൃത്തിക്ക് പബ്ലിക്കിൽ തന്നെ മറുപടി കൊടുക്കണം. അതാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്നത്. അപ്പോൾ ആര് പേടിച്ച് ബാക്കിലോട്ട് പോവാതെ ആ സമയത്തുള്ള മറുപടി ആ സമയത്ത് തന്നെ അവന് കൊടുക്കുക തന്നെ വേണം. ഇതാണ് ബേസിക്കലി ആ വീഡിയോ അവർ ക്യാപ്ചർ ചെയ്ത്. ആ പറഞ്ഞത് ഒക്കെ നിങ്ങൾ കേട്ടു, പക്ഷെ അതിൻ്റെ വീഡിയോ നിങ്ങൾ കാണണം. വിഷ്വല് 3 പേരുള്ള സീറ്റ്. ഇത് KSRTCയുടെ സ്വിഫ്റ്റ് ബസ്സാണ്. അപ്പോൾ 3 പേരുള്ള സീറ്റിനകത്ത് 2 സ്ത്രീകൾ ഇരിക്കുമ്പോഴാണ് ഇയാളൊപ്പം കയറി ഇരുന്നത്. ഓക്കെ, അങ്ങനെ ഇരിക്കാൻ പാടില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ സ്ത്രീകൾക്ക് എഴുതുമ്പോൾ അവിടെ കയറി ഇരിക്കരുത് എന്നുള്ളൂ. അല്ലാത്തവർക്ക് സ്ത്രീയും പുരുഷനൊക്കെ ഇടകലർന്നിരിക്കുക, എന്തോ ചെങ്കിൽ ആയിക്കോട്ടെ. നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആണോ പെണ്ണോ അപ്പുറത്തിരിക്കുന്ന ആൾക്കൊരു ഡിസ്കംഫർട്ട് ആവുന്ന രീതിയിൽ എന്ത് ചെയ്യരുത് ഒരിക്കലും. ഇത് നല്ല ഒരു രീതിയിലും. ചില ആളുകളുണ്ട് ഉറങ്ങി തൂങ്ങി മറ്റുള്ള മടിയിലും തലയിലൊക്കെ കൂടെ കുത്തി മറിയുന്ന ആൾക്കാർ. അങ്ങനത്തെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ബസ്സല്ല, എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുന്ന സ്ഥലമല്ലേ. അപ്പൊ ഡിസ്കംഫർട്ട് ആവരുതെന്നുണ്ട്. സ്ത്രീകളാണ് അപ്പുറത്തുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ഒതുങ്ങി നമുക്ക് എന്താ പറയാ, നമ്മളായിട്ട് എന്ത് ചെയ്യണ്ട, അവരെ കംഫർട്ട് സോണിന്റെ പുറത്ത് കൊണ്ടുപോകണ്ട, അല്ലെങ്കിൽ ഡിസ്കംഫർട്ട്. ചിലരുണ്ട് ശ്രദ്ധിച്ചിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോ എന്താ പറയാ, ഏറ്റവും നല്ല മാന്യത എനിക്ക് തോന്നിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കുന്നതിന് അവരോട് കൂടെ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോന്ന് ചോദിക്കുന്നത് നല്ലതാണ്. അപ്പൊ എന്താണെങ്കിലും അങ്ങനെ അവർ ആ വീഡിയോ കൃത്യമായിട്ട് അവരെടുത്തു. ഓക്കെ, അയാൾ കൈകൊണ്ട് ഇങ്ങനെ തട്ടി കൊണ്ടുവരുന്ന പരിപാടി. എനിക്ക് ഇതിനിടയിലുള്ള ഒരു സംശയം എന്ന് വെച്ചാൽ ഇത് മുഴുവൻ ഇങ്ങനെ ചെയ്യണ വരെ വീഡിയോ എടുത്തോണ്ട് അതിനുള്ള കാര്യം അവർ പറയുന്നുണ്ട്. എൻ്റെ ഒരു സംഗതി അവർ പറയുന്നത് കമന്റ് ബോക്സിൽ ചോദിച്ച ചോദ്യമാണ്. നിങ്ങൾ അത് ഉണ്ടായിട്ട് നിങ്ങളിത് പിടിച്ചിരിക്കുകയായിരുന്നു എന്നുള്ളൊരു ചോദ്യം കമന്റ് ബോക്സിൽ എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇതിന്റെ കമന്റ് ബോക്സിൽ പൊതുവെ വന്നിട്ടുള്ള കമന്റ്സുകൾ ഇതൊക്കെയാണ്. പ്രതികരിക്കണം, അടിപൊളി, ബട്ട് നമ്മൾ പെണ്ണുങ്ങൾ വസ്ത്രം നേരെ ചൊവ്വേ ധരിക്കില്ല. 69% പെണ്ണുങ്ങൾ ഇന്നത്തെ വസ്ത്രധാരിക്കുന്നത് കാണാൻ പറ്റില്ല. അറിയില്ല, സുനിത വല്ല സർവേ നടത്തിയതാണോ എനിക്കറിയാം. 69% എന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. പിന്നെ ഈ കുട്ടി ഇതില് അതെ, അപ്പൊ സ്ലീവ്ലെസ് ഇട്ട ഒരു കുട്ടിയാണത്. അതിൽ നമുക്ക് വീഡിയോ മനസ്സിലാവുന്നത്. അത് കണ്ടിട്ട് ചേച്ചി സർവേ നടത്തിയതാണോ എന്ന് അറിയാൻ പാടില്ല. അങ്ങനെ ഒരു കമന്റ് ഞാൻ കണ്ടു. പണ്ട് KSRTC ബസ്സിൽ ഒരു പയ്യനെ ഇങ്ങനെ ഒരുത്തി പേടിപ്പിച്ചതാണ്. പിന്നെ ആണ് അറിഞ്ഞത് അവളുടെ യൂട്യൂബ് ചാനലിന് ഹൈപ്പ് കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ ഡ്രാമയാണെന്നുള്ളത്. അതിപ്പോ എല്ലാരും അറിഞ്ഞല്ലോ രണ്ടാമതോനെ പിടിച്ച സമയത്ത്. ഈ ഏത് പൊത്തിനുള്ളതാണ് കയറി വരുന്നത്? അല്ല, എനിക്കിപ്പോ തോന്നുന്നത് ആ വീഡിയോ എടുത്തോ തെളിവിന് വേണ്ടി തന്നെയാണ്. തെളിവിനാണ് ഈ പുളിക്കൻ എന്ന് പറഞ്ഞ ചെങ്ങായിയൊക്കെ ഈ അറിഞ്ഞില്ലേ? ഈ സവാദിനെ രണ്ടാമത് പിടിച്ചു നീ അറിഞ്ഞിട്ടില്ലല്ലേ? അപ്പൊ കൊള്ളാക്ക. അടുത്തത് ആ പെൺകുട്ടി നല്ല സഹകരണത്തിലായിരുന്നു. കാരണം അയാൾ തൊടുന്നത് മുഴുവൻ സമയം വീഡിയോ എടുക്കുന്നവരെ അവൾ അനങ്ങാതെ ഇരുന്ന് കൊടുത്തിട്ട് അയാളെ തല്ലുന്നത് വലിയ കാര്യമില്ല. ഉളകൾ പ്രമോദ് അല്ല, ഞാൻ ഈ കമന്റ് കാണിച്ചു കൊടുക്കുന്നതിന് മുന്നേ ഇയാളെ വീഡിയോ കണ്ടപ്പോ പറഞ്ഞ കമന്റ് ആണ് ഇത്. ആ പെൺകുട്ടി അത്രയും നേരം അവിടെ വീഡിയോ നിങ്ങളെ ഫേക്ക് അക്കൗണ്ട് ആണോ ഈ പ്രമോദ്? അല്ലല്ല, ഞാൻ ഇപ്പം പറഞ്ഞ ആ ഒരു ഉദ്ദേശത്തിലല്ല. ഇതിൽ കുറച്ച് മഞ്ഞ ഉദ്ദേശം ഉണ്ട്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ പെൺകുട്ടീനെ അങ്ങനെ ആക്കാൻ സമ്മതിക്കണം എന്തിനാണ്? അതിന്റെ മുന്നേ തല്ലിക്കൂടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അടുത്തത് എല്ലാത്തും ഒരേ പേര്, എല്ലാത്തിനും റഹി. അടുത്തത് കുറച്ചുകൂടി പോയി, ഓവറായി പോയി. അത്രയ്ക്കും കുറച്ചുകൂടി പോയി, ഓവറായി പോയി. അത്രയ്ക്കും പതിപ്രത.
ചമയാൻ ഇവിടെ ആർക്കും കഴിയില്ല. ആ പെണ്ണിന്റെ ഓവർ സ്മാർട്ട് കണ്ടാലറിയാം അവരുടെ ക്വാളിറ്റി എത്രയുണ്ടെന്ന്. അയാൾ ചെയ്ത് ശരിയാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരു തെറ്റ് തന്നെയാണ്. ഇത് ഇത്രയും പറഞ്ഞ ആൾക്ക് ഇതുവരെ ഒരു തെറ്റും പറ്റിയിട്ടില്ലെന്ന് പറയട്ടെ, പറഞ്ഞാൽ തന്നെ അത് കള്ളമായിരിക്കും. ഇത്രയും പറഞ്ഞിട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്തവർ മനസാക്ഷി വെച്ച് പറയൂ നിങ്ങൾ ആരും ഇങ്ങനെയുള്ള ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. അയാൾക്കത് പറയാൻ പറ്റില്ല. ചിന്തിക്കുക, ആദ്യം തന്നെ നമ്മൾ ശുദ്ധരാക്കുക, എന്നിട്ട് മറ്റുള്ളവർ ശുദ്ധരാക്കാം. ആവശ്യത്തിൽ ഇത് എല്ലാവരും കയ്യിലുണ്ട്, അല്ലെങ്കിൽ മനുഷ്യനല്ലാതെ ഇരിക്കണം. ഓക്കെ, അപ്പൊ റഹീസിന്റെ പണി ഇതാണ്. ഞാൻ ചെയ്തിട്ടില്ല. അതെ, റഹീസ് ചെയ്യുന്നുണ്ടോ? അതാണ് എല്ലാവരും ശുദ്ധന്മാരല്ല, തെറ്റ് പറ്റും. റഹി ചിലപ്പോ ഇത് ചെയ്യുന്ന തറവാട്ടിന്നാവും വന്നിട്ടുണ്ടാവും. പിന്നെ വീഡിയോ എടുക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടാവും ഇപ്പോ. പിന്നെ അതുകൊണ്ട് റഹിക്ക് അങ്ങനെ പറയാം. നമ്മളാരും ചെയ്തിട്ടില്ല. നമ്മളാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മളെ സർക്കിളിലല്ലേ, നമ്മളെ അറിവിൽ ആരും ഇതൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ഇനിയിപ്പോ ചെയ്തവരുണ്ടെങ്കിൽ അല്ലേ അവരെ ഇതേ രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യണം. അപ്പോ ഇനി ഈ കുട്ടി പ്രതികരിക്കുന്ന ആ ഒരു വിഷ്വല് നമുക്കൊന്ന് കണ്ടു നോക്കാം. നിന്റെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരും ഉണ്ടോടാ? ഉണ്ടോടാ നിന്റെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരും? ഉണ്ടോടാ നിന്റെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരും? ഉണ്ടോ? ഉണ്ടോടാ? പറ്റി ഞാൻ ക്യാമറ കാണിക്കണോ? കാണിക്കണ ക്യാമറയില്. നിനക്ക് എന്റെ അനിത്ര തുറന്നോ? തുറന്നോടാ. വെള്ള കുപ്പായം വെള്ള ഉടുപ്പിട്ടോണ്ട് വന്ന് ഇവിടെ കോപ്പറം കാണിക്കല്ലേ? കാണിക്കല്ലേടാ നീ? നിനക്ക് കാണണോ? നിനക്ക് കാണണോ? തെളിവെടുത്ത് വെച്ചിട്ടാണ് ഞാൻ എടുക്കണേ സംസാരിക്കുന്നത്. അച്ഛന്റെ പ്രായമായി പോയി കേട്ടോ. ഇത്രയും കൊണ്ട് ഒതുക്കിക്കോ. ഞാൻ പറഞ്ഞേക്കാം, സൈക്കിളിന് ഒരു പരിധി ഉണ്ടാ. ഈ കേറ്റ് കെട്ടി എവിടെ കയറ്റും? നീ തുണി അടിച്ചറിഞ്ഞോ നിനക്ക്? അയച്ചോടെ നിനക്ക്? ചേട്ടനിപ്പോ ഇതൊരു കുഴപ്പം ശ്രദ്ധിച്ചില്ലേ? ഞങ്ങളെ ശ്രദ്ധിച്ചില്ലേ കേട്ടോ? ഏത് പബ്ലിക് ഫോം ആയാലും ഒരു സംസാരിക്കും, നീ സംസാരിക്കണമെങ്കിൽ പെണ്ണുങ്ങൾ വെറും ഊച്ചാലുകളായി പോകും കേട്ടോടാ. നീ എന്താ വിചാരിച്ചേ? വെറുതെ വീട്ടിൽ അഴിച്ചു വിട്ടേക്കുവാണെന്നോ? തന്റെ ഇടം ഉണ്ടായിട്ടല്ലേ സാധ്യം പോണത്? സൈക്കിളിന് പരിധിയുണ്ട്. കുറെ നേരായി ഇത് കൈ മെത്തയാണോ വെക്കാനായിട്ട്? മെത്തയാണോ? നിന്റെ അമ്മയ്ക്കുണ്ടോ? മെത്തയുണ്ടോ നിന്റെ അമ്മയ്ക്ക്? അതിന്റെ ഭാര്യയ്ക്കുണ്ടല്ലോ. നീ ഓരോരുത്തരെ കെട്ടി വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ. ഉണ്ടാവും ചെല്ല്, അല്ലെങ്കിൽ മുടിപ്പിക്ക് ചെല്ല് മെത്ത. സൈക്കിളിന് പരിധിയുണ്ട് മോനെ. അത് തള്ളയായാലും തന്തയാണെങ്കിലും. എന്ത് സോറി കാണിക്കേണ്ട കാണിച്ചിട്ട് സോറി വഹിക്കുന്നോ? വെട്ടിന് വന്ന കനാലുണ്ടല്ലോ, വിട്ട് എറിഞ്ഞതിന് വേണ്ടത് കാണിക്കുന്ന പ്രവർത്തിക്ക്. അല്ല, ഒരു മിനിറ്റ്, എനിക്ക് ഇതൊന്നും കണ്ടിട്ടോ ഒന്നും അറിയാത്ത പോലെ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നവരാണ് എന്റെ ഹീറോസ്. ഏതോ നാട്ടിൽ എന്തോ സംഭവിക്കണോ, അതിനൊക്കെ എന്തോ നമ്മള് ചെയ്യേണ്ടത്? പാകിസ്ഥാനിൽ എന്തോ സംഭവിക്കണം കഥ. അത് പോട്ടെ, കണ്ടക്ടർ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. കണ്ടക്ടറോട് ലേഡി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളെ അവസ്ഥ കണ്ടാണ്? അതിന് മുപ്പിരപ്പെടുന്നു. ഞാൻ കണ്ടതാണ്. അയാളെ എന്താണത് ശബ്ദ മലിനീകരണം? ആരെങ്കിലും ഉണ്ടാക്കും പ്ലീസ് പ്ലീസ്. കണ്ടക്ടർ സുഖമായിട്ട് ചാരി നിന്നിട്ട് മറ്റേ സിനിമ ഷോ ഒക്കെ കാണില്ലേ, മറ്റേ ടിക്കറ്റ് എടുക്കാതെ മറ്റേ ഒളിഞ്ഞു നോക്കൂല്ലോ മറ്റേ ഡോറിനുള്ളിൽ കൂടി. നല്ല സീൻ കുറഞ്ഞ് നിൽക്കുമ്പോ പെട്ടെന്ന് ഇതെന്താ സംഭവിച്ചത്? പെട്ടെന്ന് പൊട്ടണോ കണ്ടക്ടർ? ഈ പെണ്ണുങ്ങൾ പോയി കേസ് കൊടുത്ത് ഓനടക്കം മൂഞ്ചി. അയാളെ കണ്ണ് രണ്ടും പുറത്തേക്ക് ഇറങ്ങി അയാളോട് തന്നെ ചോദിക്കട്ടെ, എന്താണ് ഈ കണ്ടിരിക്കണത്? അത്രയും കണ്ണിങ്ങനെ അപ്പുറത്ത് രണ്ടുപേരും അങ്ങോട്ട് ഒരു കമന്റ് അല്ലേ ഒന്നൊക്കെ കണ്ടിട്ടും ചത്ത പോലെ കിടക്കാതെ എനിക്കൊന്ന് രണ്ടുപേരാണ് എന്റെ ഹീറോസ്. അല്ല, ചത്ത പോലെ കിടക്കാതെ. അത് ഇതെന്തറിയോ, ആ ബസ്സിൽ എത്രയോ ആൾക്കാരുള്ള ബസ്സാണ്. എല്ലാവരും ചെയ്യുന്നത്. സ്നേഹം പറഞ്ഞേ, ഞാനും എനിക്കും ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പ്രതികരിച്ച പെണ്ണ് കുറ്റക്കാരി. സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല, അത് വേറെ കാര്യം. ഈ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ സപ്പോർട്ടിന് ആരും ഇല്ലാത്തൊരവസ്ഥ. ഇപ്പൊ ഇതില് വളരെ ക്ലിയർ ആണ് ആ ഇരിക്കുന്ന ചെങ്ങാതിന്റെ ബോഡി ലാംഗ്വേജ് എന്ന്. ഇപ്പൊ ഒന്നും ചെയ്യാത്ത ഒരാളെ കാരണം കുട്ടിക്കാണ് അങ്ങനെ അടി കിട്ടിയതെന്നും ഈ പെണ്ണിങ്ങനെ അലിഗേഷൻ പറയുന്നത്. ഇപ്പൊ ഞാനാണ് വിചാരിച്ചു ആ ചെങ്ങായിന്റെ ഭാഗത്ത്, എനിക്കാണിപ്പോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ഇവർ ഇങ്ങനത്തെ ഇനിയിപ്പോ അതൊരു നാടകമാണെന്ന് തോന്നുന്നവരോടാ പറയുന്നത്. അങ്ങനെ നാടകം എന്നോടത്ത് ഇവർ കളിച്ചു എനിക്ക് തോന്നുന്നത് ഞാൻ പ്രതികരിക്കും, ഞാൻ തിരിച്ചു കൊടുക്കും. പിന്നെ ആളാ പെണ്ണൊന്നും ഞാൻ നോക്കുന്നില്ല. കാരണം നമ്മളെ മേത്തേക്ക് ഇല്ലാത്തൊരു അലിഗേഷൻ ഇടുമ്പോ നമ്മൾ എന്ത് ചെയ്യും, അത് ഡിഫെൻഡ് ചെയ്യും. മനസ്സിലായോ? പക്ഷെ അത് ആളാ പെണ്ണാ നോക്കുന്നില്ല, ഇങ്ങോട്ട് കിട്ടിയ അടി 10 എണ്ണം തിരിച്ചു കൊടുക്കും. പക്ഷെ ഇവിടെ ആ ചെങ്ങായി ചെയ്ത എന്താ, സോറിയും പറഞ്ഞു. ഇനിയിപ്പോ ചിലർക്ക് പറയാം ഇതൊരു പെണ്ണായത് കൊണ്ട് ഒരു ഇഷ്യൂ ആവുന്നുള്ളത് പേടിച്ചിട്ട് സോറി പറഞ്ഞതാണെന്ന് പറയടേ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഒരു പെണ്ണിന് കിട്ടുന്ന അതേ പ്രിവിലേജ് ആണ് വയസ്സായ ആളുകൾക്ക് സൊസൈറ്റിയിൽ കിട്ടുന്നത്. അത്യാവശ്യം മുത്തച്ഛന്റെ പ്രായമുണ്ട് ചെങ്ങായി. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ചെറിയ പ്രായത്തിലുള്ളവരാണോ പെണ്ണോ പോയിട്ട് ഒരു മുതുക്ക് കളവന്റെ മൂന്നയ്ക്ക് ഒരു അടി കൊടുക്കുമ്പോ സൊസൈറ്റി എപ്പോഴും നിൽക്കാരെ ഭാഗത്ത വയസ്സായവരെ തല്ലരുത് എന്ന് പറഞ്ഞിട്ട് നിൽക്കൂ. അപ്പൊ ഈ തെണ്ടിക്കറിയാം ഇവൻ ചെയ്തത് പരമ തന്തല്ലാത്തരാണെന്നുള്ളത്. മനസ്സിലായോ? അപ്പൊ തന്തല്ലായ്മ ചെയ്തതുകൊണ്ട് ചെപ്പക്കുറ്റിക്ക് അടി കിട്ടിയപ്പോ ആദ്യം പോയി സോറിയും പറഞ്ഞ് സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്തു. ഇനി ഈ നാറീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ കുറെ പല നാറികൾ ഇനി ഈ പെൺകുട്ടികളെ തെറി പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല മക്കളെ.
മൂവ് ആക്കാം. എന്താണ് ഈ കമന്റ് ബോക്സ് അങ്ങനെയാ? കമന്റ് ബോക്സിൽ എന്തൊക്കെയാ പറയുന്നത്? ഇനി ഇവര് ഇതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനകത്തൊരു കുറച്ച് കാര്യം പറയുന്നുണ്ട്. ചാലക്കുടിക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങള് ഒരു 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റായിരുന്നു. അതില് ഞാൻ ഫസ്റ്റ് ഇരുന്നു, ഇവിടെ സെക്കൻഡ് ഇരുന്നു. അത് കഴിഞ്ഞ് ഒരു ചേട്ടൻ കയറി വന്നു, ഒരു അച്ഛന്റെ പ്രായം ഒരു ചേട്ടൻ കയറി വന്നു. ആദ്യം ചുറ്റും ഒന്ന് നോക്കി കഴിഞ്ഞിട്ട് പുള്ളി ഞങ്ങളുടെ അടുത്തോട്ട് ഇരുന്ന് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഇവള് എന്റെ അടുത്തോട്ട് ഞങ്ങൾ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം. കുറച്ചു നേരം പുള്ളി ഇങ്ങനെയൊക്കെ വട്ടമൊക്കെ നോക്കി എല്ലാം കഴിഞ്ഞ് സെറ്റായി കഴിഞ്ഞപ്പോൾ പുള്ളി കുറച്ച് കഴിഞ്ഞപ്പോ പതുക്കെ കൈ ഇവള് ഇങ്ങനെ കമ്പിയിൽ ഇങ്ങനെ പിടിച്ചേക്കുമായിരുന്നു. അപ്പൊ ഈ ക്യാപ്പില് പുള്ളി ഒരു മനുഷ്യൻ സീറ്റിൽ എങ്ങനെ ഇരിക്കണ്ടേ? ഒന്നെങ്കിൽ ഇങ്ങനെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്നോട്ടെ, ഇങ്ങനെ ഇരിക്കാം. ഇത് നമ്മളിങ്ങനെ എന്റെ കൈ ഇപ്പൊ ഇങ്ങനെയുള്ള ഇരിക്കുന്നത്, പുള്ളിയുടെ കൈ ഇരിക്കുന്നത് എന്റെ നെഞ്ചിന്റെ ഇവിടെ ആയിട്ടാണ്. പുള്ളിയുടെ കൈ പുള്ളിയുടെ ഇതിവിടെ ആണെങ്കിൽ പുള്ളിയുടെ കൈ ഇരിക്കുന്നത് എന്റെ നെഞ്ചിന്റെ മുകളിലായിരിക്കുന്നത്. 1 അല്ല 2 അല്ല 3 തവണ വാണിംഗ് കൊടുത്തു. 3 തവണ വാണിംഗ് കൊടുത്ത ശേഷം ഇവിടെ ആദ്യം അവൾ കൈ ഇങ്ങനെ വെച്ചേക്കുന്നു. നിങ്ങൾക്ക് ആ വീട്ടിൽ കൃത്യമായി കാണാം. പുള്ളി ഇങ്ങനെ വന്നു, ഒരു വ്യക്തി ഈ കൈ പുള്ളിയുടെ നേരെ ഇരിപ്പുണ്ട്. അപ്പൊ ഈ കൈക്ക് എന്താ ഒടിവ് പറ്റിയോ? ഇവിടെ വെച്ച് ഒടിവ് പറ്റിയോ പുള്ളിക്ക്? എന്നാ പുള്ളിക്ക് ഇത്രയും സീറ്റ് ഒഴിവായിട്ട് കിടക്കാന്ന് ചിന്തിക്കണം. പുള്ളി എന്നാ അബദ്ധം പറ്റിയ പുള്ളിയാണ്, ഓക്കെ, ഏകദേശം ഇങ്ങനെ ഇരിക്കാം. അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി പുള്ളി അറിയാവുന്ന കൊണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ പുള്ളി ഇങ്ങനെ ഒന്നും ഇരിക്കാം, കുഴപ്പമില്ല. ഇത് ഈ കൈക്കുള്ളില് ഇത്രയും ഭാഗത്ത് എങ്ങനെ വന്നിരിക്കും തന്നെ? എന്റെ കൈ ഇങ്ങനെ പൊങ്ങിയിരിക്കുക ഗൈസ്, ഇങ്ങനെ പൊങ്ങിയിരിക്കും അവളുടെ കൈ. അവൾക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നി. ആദ്യമൊക്കെ അവള് അറിയാതെ പറ്റിയതായിരിക്കും എന്ന് വിട്ട് കളഞ്ഞു. അത് കഴിഞ്ഞ് ഇവള് ഇങ്ങനെ വന്നപ്പോ നീ എങ്ങനെ തട്ടിക്കളഞ്ഞു? ഇങ്ങനെ തട്ടി. അപ്പൊ അവളുടെ അയാൾക്ക് മനസ്സിലായി ഞാനവിടെ പ്രതികരിക്കുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. അത് 2 മിനിറ്റ് അത് മനസ്സിലാക്കണം. പ്രതികരിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി, പക്ഷെ വായം കൊണ്ട് വന്നില്ല. വായം കൊണ്ടോ നമ്മുടെ കൈയുടെ ചൂട് അയാൾ അറിഞ്ഞിട്ടില്ല. അത് മനസ്സിലാക്കണം. അതൊരു 2 മിനിറ്റ് ഞാൻ വീണ്ടും അതേ പ്രവർത്തനം വന്നു. വീണ്ടും കൈ തട്ടി മാറ്റുക. വീണ്ടും കൈ തട്ടി മാറ്റി കഴിഞ്ഞ് ഞാൻ ഇവിടെ പറഞ്ഞു. ബാഡ് കമന്റുകൾക്ക് മറുപടിയാണ് ഈ പറയുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ വട്ടം തട്ടിക്കളഞ്ഞു. 2 തട്ടിക്കളഞ്ഞിട്ട് ഞാൻ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇവിടെ ഞാൻ കാര്യം പറയുന്നത് സംഭവം നടക്കുന്നുണ്ട്, എനിക്ക് എന്തോ ഇറിറ്റേഷൻ ആവുന്നുണ്ട്, എനിക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് ഞാൻ ഇറിറ്റേഷനും ദേഷ്യവും വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു ഞാൻ മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അവള് വീഡിയോ ഒന്നാമത് കൈ വയ്യാണ്ടിരിക്കുകയാണ്. ആ കൈ കൊണ്ട് അവര് വീഡിയോ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് 2 മിനിറ്റ് ഒന്ന് സഹിച്ചാൽ മാത്രം മതി, ഞാൻ തീർത്തു തരാന്ന് പറഞ്ഞു. കാരണം നമ്മൾ തീർക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിൽ തെളിവ് വേണം. ഇപ്പത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സമൂഹത്തില് നമുക്ക് തെളിവില്ലാതെ ഒരാളെ തൊടാൻ പറ്റത്തില്ല. ക്ലിയർ ആണോ അവര് പറഞ്ഞത്? അല്ലേ, ക്ലിയർ കാര്യമാണോ അവര് പറഞ്ഞത്? ഇപ്പൊ ഇരിക്കുന്ന പൊസിഷനെ കുറിച്ച് പറയുകയാണെങ്കിലും കൈ വെച്ച അവര് പറഞ്ഞതിനൊക്കെ വക്കാ പോയിന്റുകളാണ്. ഇത് കേട്ടിട്ടും ഇനിയും ഈ പെൺകുട്ടികളെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? കമന്റ് ബോക്സിൽ പോയിട്ട് അല്ല ചെയ്തത് തെറ്റാണ്, അച്ഛന്റെ പ്രായമുള്ള ഒരാളടിച്ചു, അച്ഛന്റെ പ്രായമുള്ള ഒരാൾ മകളെ പ്രായമുള്ള ഒരാളോട് വൃത്തികേട് കാണിച്ചു കഴിഞ്ഞാൽ ഓനെ പിന്നെ മുത്തം കൊടുക്കണോ പിടിച്ചിട്ട്? അല്ല, ഇതിപ്പോ അയാള് നേരിട്ട് ചെയ്ത് തന്നെയാണ് കമന്റ് ബോക്സ് കൂടി ഇവര് ചെയ്തോണ്ടിരിക്കുന്നത്. ഒരു ഇരട്ടിയാണ് കമന്റ് ബോക്സിൽ ഇവരെ പോയി കുറ്റം പറയുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബസ്സിനകത്ത് ബാക്കിയുള്ളവർ പ്രതികരിക്കാതെ ഇരുന്നപ്പോ തന്നെ ഒരു കാര്യം നിങ്ങൾക്ക് പിടുത്തം കിട്ടിക്കാണും. ആരും വരാതിരുന്ന് കിട്ടിക്കോട്ടെ, ഓന് കിട്ടാനുള്ള കിട്ടിക്കോട്ടെ എന്നുള്ള മനോഭാവത്തിലായിരിക്കണം. ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാലേ, നമ്മളെ വീട്ടിലൊക്കെ പെൺകുട്ടികളുള്ള നാളെ അവർക്ക് ഇതുപോലെ ഒരു സിറ്റുവേഷൻ വരുമ്പോ ഇതുപോലെ പ്രതികരിക്കണം. അല്ല, പെൺകുട്ടീന്റെ കാര്യമാണെങ്കിൽ ഞാൻ പറയാം, പെൺകുട്ടികൾക്ക് ഇങ്ങനത്തെ പ്രതികരണങ്ങൾ വരാൻ തുടങ്ങിയത് കൊണ്ട് അല്ല, പ്രതികരിക്കാൻ തുടങ്ങിയോണ്ട് ഇപ്പൊ ആവശ്യം കുറവാണ്. ആൺകുട്ടികളുടെ അവസ്ഥ എന്താ പറയുക? എനിക്കൊരു ചെക്കൻ കഴിഞ്ഞൊരു ദിവസം ഒരു വീഡിയോ അയച്ചു തന്നിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇടാൻ പറ്റില്ല. ഇട്ട് കഴിഞ്ഞാൽ വയലേഷൻ ആവുകൊണ്ട് ഞാൻ ഇട്ടില്ല. ആ സാധനം ഞാൻ ചെക്കനോട് പറഞ്ഞു, നീ എങ്ങനെയെങ്കിലും ആ ബസ്സിൽ നിന്ന് ആ ചെങ്ങായി ആരാന്നുള്ളത് കണ്ടുപിടിക്കും. കാരണം ഇവൻ ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് അയച്ചു തന്നെ, വൈകുന്നേരമായിട്ട് അയച്ചു തന്നെ. ഇവന്റെ മറ്റോട് തീറി പിടിക്കും, ഒരുത്തൻ ഇരുന്ന് പിടിച്ചോണ്ടിരിക്കുന്നത്. ഈ ചെക്കനാണെന്നുണ്ടെങ്കിൽ ഇവൻ പറയാ, പൊന്ന് സഹായിച്ചാട്ടാ, എനിക്ക് ഞാൻ പ്രതികരിക്കാത്ത ഒരാളാ, ഞാനങ്ങനെ ഒന്നും ചെയ്യാത്ത ഒരാളാ. പിന്നെ എന്തിനാളെ മൊബൈലിൽ വീഡിയോ എടുത്തേക്ക് എനിക്കിതാക്കി ഞാൻ പ്രതികരിക്കാം, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഇവനെ കിട്ടണ്ടേ, മുഖമെങ്കിലും കിട്ടണം. പക്ഷെ അന്ന് അവന്റെ മുഖം എടുക്കാൻ ഈ ചെക്കൻ വിറച്ചിട്ട് ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എനിക്ക് അവനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല. എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ? അതിന് മുഖമില്ല, അയാളുടെ മുഖമില്ല. പിന്നെ ഞാനത് ഇട്ട് കഴിഞ്ഞാൽ ആരാ എന്താന്നുള്ളതില്ല. ബസ് റൂട്ടും ടൈമിങ്ങും മാത്രം പറയാനേ പറ്റൂ. അതിന് ആരാ എന്താ നമുക്ക് പറയാനും പറ്റില്ല. ആൺകുട്ടികൾ ഇഷ്ടം പോലെ ആളുകൾ ചന്തിക്ക് പിടുത്തവും മുന്നിൽ പിടുത്തവും ഇഷ്ടം പോലെ ആളുകൾ അനുഭവിക്കുന്നുണ്ട്.
പെൺകുട്ടികളും ഉണ്ട്. ഒരുപക്ഷെ ആൺകുട്ടികൾക്ക് കൂടുതലാണ് ഇപ്പോൾ തോന്നുന്നു. പെൺകുട്ടികൾ പ്രതികരിക്കുന്നുള്ളതുകൊണ്ട് കുറച്ച് കിട്ടുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ആണുങ്ങളെ പിടുത്തക്കാർ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. അല്ല, ഇവരൊന്നും ആലോചിച്ചു, ഇവര് ചിന്താഗതി കറക്റ്റ് ആയില്ലേ? ഇവര് വീഡിയോ എടുക്കാൻ തെളിവ് വെച്ചത് എന്താ നന്നായി? അല്ലെങ്കിൽ ഇവർ ഇപ്പൊ തന്നെ ഇവരെ തെളിവ് വെച്ചിട്ടും സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. അത് എന്തുകൊണ്ട് ഞാൻ ആ കുട്ടീനെ അധികം ബുദ്ധിമുട്ടിക്കണമെന്നോ ആദ്യം പ്രതികരിച്ചുകൂടെയെന്നോ ചോദിച്ചത്. ഇപ്പൊ കറക്റ്റ് എനിക്കും കൂടെ ഉള്ള കാരണം ഇപ്പൊ എനിക്കും കൂടെ ആ ഒരു വീഡിയോ കണ്ടപ്പോ അല്ലെങ്കിൽ അവർ എന്തുകൊണ്ടാണ് വീഡിയോ എടുത്തു എന്ന് പറയുമ്പോൾ നമുക്ക് അത് ഒരു എക്സ്പ്ലനേഷൻ കിട്ടിയ പോലെ. ഇത് ജസ്റ്റ് ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് വീഡിയോ എടുക്കുകയാണെങ്കിൽ എല്ലാവരും പറയും എന്താ വെറുതെ കൈ വെച്ചതല്ലുള്ളൂ എന്നല്ലേ പറയുള്ളൂ. അത്രയും നേരം വീഡിയോ എടുത്തപ്പോ അവർക്ക് കറക്റ്റ് ആൾക്കാർക്ക് മനസ്സിലാവുന്നത്. ഇപ്പോഴും ആ പൊട്ടന്മാർക്ക് ഒരാൾക്കും മനസ്സിലാവണില്ല എന്തുകൊണ്ടാണല്ലോ വീഡിയോ എടുത്തത്. നിങ്ങൾ പറഞ്ഞു പുള്ളി ക്ലിയർ ആയിട്ടൊന്നും കാണുന്നില്ലല്ലോ. ഈ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പുള്ളിയോട് പറഞ്ഞിട്ടല്ല ഞങ്ങൾ വീഡിയോ എടുത്തത്. ചേട്ടൻ ഈ കാണിക്കുന്ന പ്രവൃത്തി ഞങ്ങൾ എന്താ പറയാ യൂട്യൂബില് അങ്ങനെ പബ്ലിക് ആക്കാൻ പോവാണ്. നിങ്ങളുടെ ഈ പ്രവൃത്തി ഞങ്ങൾ ലോകം മൊത്തം കാണിക്കാൻ പോവാണ്. ചേട്ടൻ കുറച്ച് ബെറ്റർ ആയിട്ട് ആ വീഡിയോയിൽ കാണാൻ പാടുന്ന രീതിയിൽ ചെയ്യേ എന്ന് പറയാൻ ഞങ്ങൾ അവിടെ പറഞ്ഞു ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമല്ല അത്. അതാണ് സംഭവിക്കുന്ന ഒരു കാര്യമാണത്. എന്റെ കൈ വഴി ഞാൻ എത്രത്തോളം ഇവളെ എന്റെ കൂടപ്പിറപ്പാണ്. നിങ്ങൾ ചിലരൊക്കെ കമന്റ് കൊണ്ട് വല്ല പെണ്ണിന് വേണ്ടി നീ എന്തിനാണ് അടിക്കാൻ പോയത്? വലിയ പെണ്ണല്ല, എന്റെ കൂടപ്പിറപ്പാ. ഞങ്ങളുടെ അച്ഛനും അമ്മയും ഒന്ന് കൂടപ്പിറപ്പ്. ഇവരുടെ സ്ഥാനത്ത് വേറൊരു കുട്ടിയാണ് ചേച്ചി എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു ചേച്ചി എനിക്ക് പ്രതികരിക്കാൻ പറ്റില്ല, പേടിയാവുക, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് ആ കുട്ടി ആ സമയത്ത് എന്നോട് ചോദിച്ചാൽ ഇത് തന്നെ ഞാൻ പ്രതികരിക്കും. അപ്പൊ എന്റെ അനിയത്തിക്ക് വന്നാൽ ഞാൻ പ്രതികരിക്കാതിരിക്കുമോ? ഈ ബാഡ് കമന്റ് ഇടുന്നവരോടും ചോദിക്കാം, നിങ്ങളുടെ മക്കളാണ് ആ സ്ഥാനത്ത് ഇരുന്നെങ്കിൽ നിങ്ങൾ പറയുമോ മോളെ പുള്ളി തൊട്ടിട്ടൊന്ന് പൊക്കോട്ടെ, നിനക്ക് ഞങ്ങൾ തീറ്റ തന്ന് വളർത്തുന്നത് വേറൊരു പുറത്തുനിന്നുള്ളൊരു പട്ടിക്ക് വന്ന് തോണ്ടാനാണെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കോ? ഇല്ലല്ലോ. എനിക്ക് 2 പെൺമക്കളുണ്ട്. നാളെ ദിവസം അവർക്കും ഇതുപോലെ പുറത്തിറങ്ങി നടക്കാനുള്ള അവർക്ക് ഈ ഗതി ഉണ്ടാവരുത്. നിങ്ങൾ പലയിടത്തും പല വാർത്തകളും കേൾക്കുന്നുണ്ട്, ഇന്ന കാണേന്നും ഇന്ന സ്ഥലത്തുനിന്നും കുഞ്ഞുങ്ങളെ കിട്ടുന്നു. എന്തുകൊണ്ടാ? ഇപ്പൊ എടുത്തു പറയുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പേരെ ഇപ്പൊ ജയിലിലോട്ട് വിടുന്നു. പക്ഷെ അവരെല്ലാം തിരിച്ചു വരുന്നത് നല്ല ഫുഡൊക്കെ കഴിച്ചില്ലേ, ഫുഡൊക്കെ കഴിച്ചെല്ലാം ഇതൊക്കെ. പക്ഷെ സമൂഹത്തില് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. അതന്നെ എനിക്കിപ്പോ എന്ത് ഇത് വന്നാലും ഇപ്പൊ എന്റെ ഞാൻ നേരിട്ട് ഇനിയും കണ്ടാലും ഞാൻ പ്രതികരിക്കും. അതിനൊരു മാറ്റം ഉണ്ടാവില്ല. പ്രതികരിക്കും എന്ന് പറഞ്ഞാൽ പ്രതികരിക്കും. ഇനിയും ബാഡ് കമന്റ് ഇടുന്നവരൊരു കാര്യം പറയാം, നിങ്ങൾക്ക് അത്രയ്ക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, അയാളെ കണ്ടുപിടിച്ച് അയാളെ നേരിട്ട് കൊണ്ടുപോവാം. അല്ലെങ്കിൽ അയാളോട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, അപ്പൊ ഞങ്ങൾ ബാക്കി തെളിവൊന്നും കാണിക്കാം കേട്ടോ. കാരണം ഞങ്ങൾ ചങ്കുരത്തോടെ തന്നെ പറയാം, തെറ്റ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഒരു വ്യൂവിന് വേണ്ടിയോ സബ്സ്ക്രൈബിന് വേണ്ടിയോ ഇല്ല റീച്ച് ആവാനോ ഒന്നും കളിച്ചൊരു കളിയല്ല. അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അവന് ഉറപ്പുണ്ടെങ്കിൽ അവന് മീഡിയയുടെ മുമ്പിൽ വരാൻ പറ, അല്ലെ? കാരണം ഞങ്ങൾക്കത് ഇനി നിങ്ങളെ ബാഡ് കമന്റ് ഇടുന്നത് കൂടുതലായിട്ട് വിശദീകരിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഒരൊറ്റ വിശദീകരണം ബാഡ് കമന്റ് കണ്ടു, അതിനുള്ള മറുപടി ആയിട്ട് ഞങ്ങൾ വന്നു. ഞങ്ങൾ കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു തന്നെ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതോടെ നമ്മുടെ ഇത് ഇവിടെ കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ സങ്കടം നീ തന്തയ്ക്കുണ്ടായവളാണോ ആണെങ്കിൽ അവനെ തല്ലില്ലെന്ന്. തന്തയ്ക്ക് ഉണ്ടായത് കൊണ്ടാണ് തന്തമാർക്കുണ്ടായവർക്ക് ആ ചോദ്യം ചോദിക്കാം. മനസ്സിലായോ? പല തന്തമാർക്ക് പേരൊക്കെ കണ്ടില്ല, 8 ആൾക്കാരെ കമന്റിന്റെ പേരൊക്കെ കണ്ടില്ല, എല്ലാ ഇരട്ട പേര് ഒരേ സെയിം ഉറപ്പില്ല ഒന്നുണ്ടല്ലോ ഇത് ഇവരെ പേര് തന്നെയാണോ എന്നുള്ളത്. 2-3 തൊട്ട് ഇട്ട് കൊടുക്കണത്. ഏറ്റവും അടിപൊളിയായി തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടി അവളെ ഫേസ് കാണിച്ചു വന്ന് അവള് വളരെ ബോൾഡായിട്ട് കാര്യം പറഞ്ഞു എന്നുള്ളത് എനിക്ക് ഏറ്റവും അടിപൊളിയായി തോന്നിയത്. വേണമെങ്കിൽ ചേച്ചിക്ക് മാത്രം വന്നിട്ട് എന്റെ അനിയത്തിന്റെ ഫേസ് കാണിക്കുന്നില്ല, അങ്ങനെ അവർക്ക് ഇങ്ങനെ അതിന്റെ ഒരു ട്രോമയിലാണെന്നൊക്കെ പറയാതെ ആ കുട്ടി ഓപ്പണായി വന്ന് കാര്യം പറഞ്ഞു. ഇപ്പൊ എല്ലാരും വിചാരം എന്താ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞത് റീച്ചിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എല്ലാവരും വിചാരം റീച്ചിന് വേണ്ടി മാത്രം. എന്താ അറിയോ, ആ മസ്താനി സവാദ് കേസില് കുറെ ആൾക്കാർ ഇരുന്നതിൽ വളച്ചു, വിഷയം മൊത്തം വളച്ചു പൂമാലട്ട് സ്വീകരിക്കണ്ടേ. പെൺകുട്ടികൾ വെല്ലുവിളിച്ചിട്ടുണ്ട്, നാളെ വട്ടിയൂർക്കാവ് അജിത് കുമാർ ഇറങ്ങും. മനസ്സിലായോ? മറ്റേ പൂമാല തുന്നണ തിരക്കിലറ്റി ആവും. അതെ, അയാളെ ഇറങ്ങും നാളെ ഈ ചേട്ടനെ കണ്ടുപിടിക്കും. എന്നിട്ട് അയാൾ പറയാൻ പോണെന്ന് അറിയോ, ആ ചേട്ടൻ പാർക്കിൻസൺ ഡിസീസ് ആണ്, കയ്യിൽ വിറവല് വരുമ്പോ ആ വിറവല് അങ്ങനെ തട്ടുന്ന ഭാഗമാണെന്നെങ്കിൽ ഓന്റെ മറ്റോടത്ത് വെച്ച് തട്ടിക്കോട്ടെ എന്ന് പറയണം. അറിയാം രാഹുൽ ഈശ്വർ വരാതിരിക്കില്ല. പൊതു ഇടത്തിൽ അച്ഛന്റെ പ്രായമുള്ള ഒരാളുടെ മുഖത്തൊരു പെൺകുട്ടി സ്പർശിച്ചു. ഇനി നിങ്ങളുടെ പ്രശ്നം അയാളുടെ കറുപ്പാണോ കണ്ണടയാണോ ഒക്കെ ചോദിച്ചു. അയാൾ വെള്ളയിട്ട ഒരു സമാധാന പ്രാവായിരുന്നു, അയാളെയാണ് നിങ്ങൾ ദ്രോഹിച്ചത്. അല്ല ഞാൻ അത് പറയണ്ടോ, വെള്ളയിട്ട ആള് എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ അത് വല്ല മതത്തിനായിട്ട് രാഷ്ട്രീയക്കാരോ മതത്തിന്റെ ആളോന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടിച്ചേർക്കും.
അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. കാരണം എന്താ പറയുക, അറ്റ്ലീസ്റ്റ് ഇങ്ങനെ പ്രതികരിക്കുന്ന ഒരു 4 ആളുണ്ടെങ്കിൽ തന്നെ എന്താണ് ഈ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരുടെ അസുഖങ്ങൾ കുറച്ച് തീർന്നു കിട്ടും. ഒരു പോലീസോ ഒന്നും വേണ്ട, ഇത് ഇങ്ങനെ തന്നെ എപ്പോഴും ചിരി വരുന്നത് അപ്പുറത്ത് നോക്കി വെക്കാതെ അപ്പുറത്ത് കാഴ്ചകൾ അപ്പുറത്തുള്ളവര് വീണ്ടും പോട്ടെ സ്നേഹം, അല്ല അബോധാവസ്ഥയിലാന്ന് പറയാം. കണ്ടക്ടർ മറ്റേ കമ്പിമ ചാരി എന്നിട്ട് മറ്റേ സെക്കൻഡ് ഷോ സിനിമ കണ്ടതിന് മൂപ്പർ ഇങ്ങനെ പറഞ്ഞ് കണ്ടോണ്ടിരിക്കും. ഓന്റെ ഡ്യൂട്ടി ടൈമില് ഓന്റെ ബസ്സിനകത്താണ് ഒരു സ്ത്രീക്ക് ഈ ഹരാസ്മെന്റ് നേരിട്ടത്. ശരിക്കും ഞാൻ പറയുമ്പോ ഈ സാധനം നേരെ മറ്റേ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്നല്ല ഗതാഗത മന്ത്രിക്കാണ് പോയാണ്ടല്ലോ, ഓനെ പണി ഇപ്പൊ സ്പോട്ടിൽ പോകും. കാരണം ഓൻ അവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഓനവിടെ മറ്റേ നോക്കൂത്തി മറ്റേ കോലം വെച്ച മാതിരി പാടത്ത് നിന്ന് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ് ചെങ്ങായി. ഓനാണ് സത്യം ഇപ്പൊ നാട്ടുകാർക്ക് ഇടപെടാൻ പേടിയുന്ന കേസാവും പുകിലാവും ബുക്കാറാവും എന്ന് വിചാരിച്ചിട്ടാണ്. ഡ്യൂട്ടി ടൈമില് ഒരു ചെങ്ങായിന്റെ ഡ്യൂട്ടി ഉള്ള സമയത്ത് ഒരു പെണ്ണിനെ ഹരാസ്മെന്റ് ഇതിൽ നേരിടുമ്പോ ഓനാണ് ശരിക്കും എന്ത് ചെയ്യേണ്ടത്, ഇനീഷ്യേറ്റ് ചെയ്തിട്ട് ആ ചെങ്ങ ഓൻ പിടിച്ച് കോളറും എടുത്ത് കൊണ്ടായാലും മതി. അയാളെ ഹെൽപ്പ് ഉണ്ടായോന്നാവോ ഈ സ്ത്രീ ഇവര് കുട്ടികൾക്ക് ഇവർക്ക് എന്താ പറയാ, അതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു പറഞ്ഞിട്ടില്ല. ഹെൽപ്പ് ഉണ്ടെങ്കിൽ അവർ കൃത്യമായി പറയും. മസ്താനി പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. ഉണ്ടെങ്കിൽ അവർ കൃത്യമായി പറയും. അവർ ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ 1000 ലക്ഷം ഉണ്ടല്ലോ, എന്താ പറയോ തലാട്ടിക്കൊണ്ടിരിക്കുക. അയാൾ പേടിച്ചിരിക്കുന്നു. അല്ല പേടിയില്ല, കാരണം ആ കമ്പിമ ചാരിക്കണ നൃത്തം കാണുമ്പോ മനസ്സിലായ സെക്കൻഡ് അയാളെ തല്ലിട്ടാണ് അവര് വിളിക്കുന്ന ചേട്ടൻ. അയ്യോ എന്നൊന്നും ചേർന്ന് പറയണ്ടാവും പെട്ടെന്ന്. അല്ല പിന്നെ എനിക്ക് സത്യം പറയാ ഇരുന്നതിന് 2 കൂടുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നിയത് ആ കണ്ടക്ടറോടാണ്. ചെങ്ങായി അന്തം വിട്ടിട്ട് അത് ഞാൻ ഡ്രൈവറെ അറിയിച്ചത് ചിലപ്പോ ഒന്നുകൂടി സെറ്റ് ചെയ്യുന്നു. ഡ്രൈവറും അല്ലേ സ്പാനർ എടുത്തൊന്നും വീഴ്ചിട്ടുണ്ടാവും. സാധാരണ ഡ്രൈവർമാരാണ് കുറച്ചുകൂടി കില്ലാടിമാർ. എന്താണെങ്കിലും കൊടുത്തത് നല്ല 20 കൊടുത്തിട്ടുണ്ട്. ഇനി കമന്റ് ബോക്സിലുള്ളവരോടാണ് പറയാനുള്ളത്, അനുഭവിക്കുമ്പോ അതിന്റെ വിഷമം നിങ്ങൾക്കും വരും. അത് സ്ത്രീകള് കമന്റ് ഇടുമ്പോ അതാണ് രസം. കുലകൾ പലത് അതിന് സ്ത്രീകൾ തന്നെയാണെന്ന് പറയുന്നത് കേട്ടോ.